പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ ആരംഭിക്കുകയാണ്. തിരുവനന്തപുരത്ത് ഓവർബ്രിഡ്ജിലെ SME സ്കൂളിന് മുന്നിൽ നിന്നുള്ള റോഡ് ഷോ അത് കിഴക്കേക്കോട്ടയിലെ പുത്തിരിക്കണ്ടം മൈതാനി വരെ നീളുന്ന റോഡ് ഷോയാണ്. BJPയെ സംബന്ധിച്ച് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനത്തോടുകൂടി തുടക്കമാവുകയാണ്. BJPയെ സംബന്ധിച്ച് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ കേരളം മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന വിലയിരുത്തൽ BJPയുടെ സംസ്ഥാന നേതൃത്വത്തിനുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുത്തതോടുകൂടി കേരളത്തിന് വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്ന് BJP സംസ്ഥാന നേതൃത്വം നേരത്തെ അറിയിച്ചതാണ്. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയുടെ ഇത്തവണത്തെ കേരള സന്ദർശനത്തിന് ഏറ്റവും വലിയ പ്രാധാന്യവും സവിശേഷതയും കേരളത്തിന് വേണ്ടി എന്താണ് പ്രധാനമന്ത്രി പ്രഖ്യാപിക്കാൻ പോകുന്നത്, വമ്പൻ പദ്ധതികളുടെ പ്രഖ്യാപനം ഉണ്ടാകുമോ, പ്രത്യേക അതിവേഗ റെയിൽപാത എന്ന പദ്ധതി പ്രഖ്യാപിക്കുമോ, അതോടൊപ്പം തന്നെ 4 പുതിയ ട്രെയിനുകൾ പ്രധാനമന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്യുകയാണ്. ഇങ്ങനെ തുടങ്ങി കേരളത്തിന് വികസന പദ്ധതികൾ പ്രഖ്യാപിക്കുമോ പ്രധാനമന്ത്രിയുടെ തലസ്ഥാനത്തേക്കുള്ള ഈ വരവിൽ എന്നതിൽ ആകാംക്ഷ നിറഞ്ഞു നിൽക്കുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ച് 45 ദിവസത്തിനുള്ളിൽ പ്രധാനമന്ത്രി സന്ദർശനം നടത്തി പ്രഖ്യാപനങ്ങൾ നടത്തും എന്നായിരുന്നു BJPയുടെ സംസ്ഥാന നേതൃത്വം വാഗ്ദാനം ചെയ്തിരുന്നത്. 27-ാം ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലസ്ഥാനത്തെത്തിയിരിക്കുന്നു. തലസ്ഥാന നഗരിയിൽ അദ്ദേഹത്തിന് പുഷ്പാഭിഷേകം നടത്തിക്കൊണ്ട് അദ്ദേഹത്തിന് നാട്ടുകാരും BJP പ്രവർത്തകരും സ്വീകരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കിഴക്കേക്കോട്ടയിൽ ഒരുക്കിയിരിക്കുന്ന പൊതുസമ്മേളനത്തിന് ഒരുക്കിയിരിക്കുന്ന വേദിയിലേക്ക് പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം വളരെ പതുക്കെ നീങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. റോഡിന് ഇരുവശവും തടിച്ചുകൂടിയ ജനങ്ങൾ, അവർ പാർട്ടി പ്രവർത്തകരും സാധാരണക്കാരായ നാട്ടുകാരും ഒക്കെയുണ്ട്. അവർ പ്രധാനമന്ത്രിക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. പ്രധാനമന്ത്രി അനന്തപുരിയിലേക്ക് സഹർഷം സ്വീകരിക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി പ്രധാന വേദിയായ പൊതുസമ്മേളനം നടക്കുന്ന പ്രധാന വേദിയായ കിഴക്കേക്കോട്ടയിലെ പുത്തരിക്കണ്ടം മൈതാനിയിലെത്തും. അവിടെ തയ്യാറാക്കിയിരിക്കുന്ന പ്രത്യേക വേദിയിൽ BJPയിലെ നേതാക്കളൊക്കെ തന്നെ അദ്ദേഹത്തെ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്നുണ്ട്. മണിക്കൂറുകളായി തന്നെ ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം വളരെ പതുക്കെ അനന്തപുരിയുടെ നിരത്തിലൂടെ നീങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കിഴക്കക്കോട്ടയിലെ പുത്തിരിക്കണ്ടം മൈതാനിയിലേക്ക് വളരെ കുറച്ച് ദൂരമേ ഉള്ളൂ SME സ്കൂളിൽ നിന്ന്. ആ ദൂരത്തിൽ ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം നീങ്ങുന്നു. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അദ്ദേഹം ഇറങ്ങി നടന്നുകൊണ്ട് ജനങ്ങളുടെ അഭിവാദ്യങ്ങൾ സ്വീകരിക്കുമോ എന്നതിൽ വലിയ ആകാംക്ഷ നിൽക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം ഇടയ്ക്ക് ചെയ്യാറുള്ളതുമാണ്. ഏതായാലും പ്രധാനമന്ത്രിയുടെ വരവിനെ വളരെ ആകാംക്ഷയോടുകൂടിയാണ് തിരുവനന്തപുരം നിവാസികളും കേരളം ഒന്നാകെയും നോക്കിക്കാണുന്നത്. തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്ന സംസ്ഥാനത്തിൽ ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വരവ് വലിയ ഉന്മേഷവും ഊർജവും വിജയപ്രതീക്ഷയും ഒക്കെ BJPക്ക് നൽകും എന്ന കാര്യത്തിൽ സംശയമില്ല. BJPയെ സംബന്ധിച്ച് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന് അവർ പ്രതീക്ഷിക്കുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ സംസ്ഥാനം നിൽക്കുമ്പോഴാണ് പ്രധാനമന്ത്രിയുടെ തിരുവനന്തപുരത്തേക്കുള്ള വരവ്, തലസ്ഥാനത്തേക്കുള്ള വരവ്. അത് BJPയുടെ സംസ്ഥാന നേതൃത്വം നൽകിയ ഉറപ്പുപോലെ 45 ദിവസത്തിനുള്ളിൽ പ്രധാനമന്ത്രി കേരളത്തിലെത്തും, അദ്ദേഹം ചില ഉറപ്പുകൾ നൽകും എന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ BJPക്ക് നൽകിയാൽ ആ ഉറപ്പ് പാലിക്കുമെന്ന് നേതാക്കൾ പറഞ്ഞിരുന്നു. അതിനനുസൃതമായി 27-ാം ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹം വളരെ പതുക്കെ ജനങ്ങൾക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് അവരുടെ സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം നീങ്ങുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ കാണാം സ്ക്രീനിൽ. ഞങ്ങളുടെ പ്രതിനിധികൾ വിവിധയിടങ്ങളിൽ തയ്യാറായി നിൽക്കുന്നുണ്ട്. റിനു ശ്രീധർ ഞങ്ങളുടെ പ്രതിനിധി ഉള്ളത് ഈ റോഡ് ഷോ ആരംഭിച്ച SME സ്കൂളിന് മുന്നിലാണ്. ഷഫീദ് റാവുത്തർ നേരത്തെ പ്രധാനമന്ത്രിയുടെ വരവ് സംബന്ധിച്ച വിവരങ്ങൾ നൽകിക്കഴിഞ്ഞിരുന്നു. അലക്സ് റാം മുഹമ്മദ് നമ്മളോടൊപ്പം ചേരുന്നത് ഈ പുത്തരിക്കണ്ടം മൈതാനിക്ക് പുറത്താണ്. അവിടെയാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പൊതുയോഗത്തിന് വേണ്ടിയിട്ടുള്ള വേദി ഒരുക്കിയിട്ടുള്ളത്. അവിടെ BJP നേതാക്കളൊക്കെ തന്നെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അലക്സ് റാം മുഹമ്മദ് നമ്മളോടൊപ്പം ഉണ്ട്. അലക്സ്, പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ ആരംഭിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹം വളരെ പതുക്കെ ഇപ്പോൾ അനന്തപുരിയുടെ നിരത്തിലൂടെ മുന്നോട്ട് നീങ്ങുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. രാജവീതിയിലൂടെ പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം നീങ്ങുന്നു. അദ്ദേഹം കൈവീശി കാണിച്ചുകൊണ്ട് റോഡിന് ഇരുവശവും തടിച്ചുകൂടിയ ജനങ്ങളുടെ അഭിവാദ്യങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അവരുടെ സ്നേഹാദരങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അനന്തപുരിയിലൂടെ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ പുരോഗമിക്കുകയാണ്. അലക്സ്, പറയൂ വിവരങ്ങൾ. പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ കാണാൻ പ്രധാനമന്ത്രിയെ കാണാൻ അവിടെ അണിനിരന്നിരുന്ന BJP പ്രവർത്തകരാണ് നമ്മുടെ പിന്നിൽ ഈ
നടന്നു വരുന്നവർ പുത്തരിക്കണ്ടത്തേക്ക് പ്രവർത്തകർ നടന്നു വരുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. പ്രധാനമന്ത്രി തകരപ്പറമ്പ് ഓവർബ്രിഡ്ജിൽ നിന്ന്, അതായത് ആ പ്രധാനമന്ത്രിയുടെ എൻട്രൻസ് നിലവിൽ പുത്തരിക്കണ്ടത്തെ പ്രധാനപ്പെട്ട എൻട്രൻസ് വഴി, അതായത് മെയിൻ ഗേറ്റ് വഴിയല്ല അദ്ദേഹം ഈ വേദിയിലേക്ക് പ്രവേശിക്കുന്നത്. പുത്തരിക്കണ്ടത്തിന് പുറകിലുള്ള ഗേറ്റ് വഴിയാണ് അദ്ദേഹം പ്രവേശിക്കുന്നത്. അതായത് ആ ഏറ്റവും പുറകിൽ കാണുന്ന ആ തകരപ്പറമ്പിലെ ഓവർബ്രിഡ്ജിന് വശത്തൂടെയുള്ള റോഡ് വഴി അദ്ദേഹം ഈ പുത്തരിക്കണ്ടം മൈതാനിയിലെ പുറകിലത്തെ ഗേറ്റ് വഴി, പ്രത്യേകം സജ്ജീകരിച്ച് പുറകിലത്തെ ഗേറ്റ് വഴി വേദിയിലേക്ക് എത്തും എന്നുള്ളതാണ് ഈ സമയം അറിയിക്കാനുള്ളത്. പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം അവിടേക്ക് പോയി കഴിഞ്ഞു. പ്രവർത്തകർ വലിയ രീതിയിൽ ഇവിടേക്ക് ഓടി അടുക്കുന്നുണ്ട്. ഈ പ്രവർത്തകരെല്ലാം നേരത്തെ ഓവർബ്രിഡ്ജ് മുതൽ പ്രധാനമന്ത്രി ഒന്ന് കാണുന്നതിന് വേണ്ടി അവിടെ അണിനിരുന്ന പ്രവർത്തകരാണ്. അവരുടെ കയ്യിൽ കൊടിയും മറ്റുമൊക്കെയായി പുഷ്പവൃഷ്ടിയോടെ പ്രധാനമന്ത്രിയെ സ്വീകരിച്ച പ്രവർത്തകരാണ് ഇവിടേക്ക് ഓടി എത്തുന്നത്. ഇവർക്കിനി പുത്തരിക്കണ്ടം മൈതാനിക്കുള്ളിലെ BJPയുടെ സമ്മേളന പരിപാടിയിലേക്ക് കയറണം. ആ സമ്മേളന പരിപാടിയിൽ സംബന്ധിക്കുന്നതിന് വേണ്ടിയാണ് ഈ നിരവധിയായ പ്രവർത്തകർ, നൂറുകണക്കിന് പ്രവർത്തകർ ഓടി പുത്തരിക്കണ്ടം മൈതാനിയിലേക്ക് എത്തുന്നത്. പ്രധാനമന്ത്രി അല്പസമയത്തിനകം വേദിയിലേക്ക് എത്തും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദ്യം ഔദ്യോഗിക പരിപാടി പ്രധാനമന്ത്രി റെയിൽവേയുടെ പരിപാടിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ആ വേദിയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യ പരിപാടിയിലേക്ക് എത്തും. അവിടെ അമൃത് ഭാരത്തിന്റെ 3 സർവീസുകൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം താമ്പരം, തിരുവനന്തപുരം ഹൈദരാബാദ്, ഒപ്പം നാഗർകോവിൽ മംഗളൂരു അമൃത് ഭാരത് സർവീസുകൾ പ്രധാനമന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്യും. ഒപ്പം തിരുവനന്തപുരം ഗുരുവായൂർ പാസഞ്ചർ ട്രെയിനും അദ്ദേഹം ഫ്ലാഗ് ഓഫ് ചെയ്യും. അതായത് 4 ട്രെയിനുകൾ അദ്ദേഹം ഫ്ലാഗ് ഓഫ് ചെയ്യും. ഒപ്പം മറ്റു പരിപാടികൾ കൂടി, മറ്റൊന്ന് 2 ഉദ്ഘാടനങ്ങൾ കൂടി, വികസന പദ്ധതികളുടെ ഉദ്ഘാടനം കൂടി അവിടെ അദ്ദേഹം നിർവഹിക്കും. അതിനുശേഷമാണ് തൊട്ടടുത്ത് തന്നെ സജ്ജീകരിച്ചിട്ടുള്ള BJPയുടെ വേദിയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുക. കേരളം കാത്തിരിക്കുന്ന, അല്ലെങ്കിൽ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന പ്രഖ്യാപനങ്ങൾ എന്തൊക്കെയാകും, നരേന്ദ്രമോദി എന്തൊക്കെ സംസാരിക്കും ഈ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ എന്നുള്ളത് ആ വേദിയിൽ നിന്നായിരിക്കും കേൾക്കാൻ സാധിക്കുക. GK മനസ്സിലാക്കുന്നത് ആകെ 2 മണിക്കൂർ, കഷ്ടിച്ച് 2 മണിക്കൂറാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ ഉള്ളത്, അതായത് തിരുവനന്തപുരത്തുള്ളത്. ആ 2 മണിക്കൂർ പ്രധാനമന്ത്രി ഇവിടേക്ക് എത്തിച്ചത് BJP സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനപ്രകാരമാണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അതായത് കോർപ്പറേഷൻ ഭരണം BJP വിജയിച്ചാൽ 45 ദിവസത്തിനുള്ളിൽ പ്രധാനമന്ത്രിയെ തിരുവനന്തപുരത്ത് എത്തിച്ച് അദ്ദേഹം തിരുവനന്തപുരം നഗരത്തിന്റെ, അതായത് കോർപ്പറേഷന്റെ നഗരസഭാ വികസനത്തിന്റെ ബ്ലൂ പ്രിന്റ് പ്രധാനമന്ത്രി അവതരിപ്പിക്കുമെന്നുള്ളതായിരുന്നു പ്രഖ്യാപനം. അതിൽ ചെറിയൊരു മാറ്റം ഇന്നലെ രാത്രി, അതായത് ആ തീരുമാനത്തിലെ മാറ്റം ഇന്നലെ തന്നെ കോർപ്പറേഷൻ മേയർ VV രാജേഷ് അടക്കമുള്ളവർ അറിയിക്കുന്നു. അതായത് ബ്ലൂ പ്രിന്റ് തയ്യാറായിട്ടില്ല. അതിന് സംസ്ഥാന സർക്കാരിന്റെയും മന്ത്രിസഭയുടെയും അല്ലെങ്കിൽ മന്ത്രിമാരുടെ അടക്കം കൂടിയാലോചന ശേഷം മാത്രമേ ആ ബ്ലൂ പ്രിന്റിന് അന്തിമ തീരുമാനം അല്ലെങ്കിൽ ഒരു അന്തിമ രേഖയാക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അതായത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ തിരുവനന്തപുരം നഗര വികസനത്തിന്റെ അടുത്ത 5 വർഷക്കാലത്തെ ബ്ലൂ പ്രിന്റ് എന്താണെങ്കിലും പ്രധാനമന്ത്രി പ്രഖ്യാപിക്കാൻ സാധ്യതയില്ല. പക്ഷെ PMO ഓഫീസ് തിരുവനന്തപുരത്തിനായി കാത്തുവച്ചിരിക്കുന്ന പ്രഖ്യാപനങ്ങൾ എന്തൊക്കെയാകും എന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത്. ഒപ്പം വൻകിട പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളത് സുപ്രധാനമായ കാര്യമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സിൽവർ ലൈൻ, സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ച സിൽവർ ലൈനിന് ബദലായി അതിവേഗ റെയിൽപാത അത് പ്രഖ്യാപിക്കുമോ എന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത്. അത്തരമൊരു ചിത്രം, അതിവേഗ റെയിൽപാതയുമായി ബന്ധപ്പെട്ട ആവശ്യം, ആ തീരുമാനം കേന്ദ്ര സർക്കാർ കൈക്കൊള്ളും എന്ന അഭ്യൂഹം അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നത് പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. ഒപ്പം ഈ അതിവേഗ റെയിൽപാതയുമായി ബന്ധപ്പെട്ട് DPR തയ്യാറാക്കുന്നതിന് ശ്രീധരനെ ചുമതലപ്പെടുത്തിയെന്ന വിവരങ്ങളടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. അങ്ങനെയെങ്കിൽ അതുണ്ടാകുമോ എന്ന വമ്പൻ പ്രഖ്യാപനം ഉണ്ടാകുമോ എന്ന് കാത്തിരിക്കുന്നു. ഒപ്പം തിരുവനന്തപുരം മെട്രോ എന്ന വമ്പൻ പ്രഖ്യാപനം പ്രധാനമന്ത്രി നടത്തുമോ എന്നുള്ളത് കാത്തിരിക്കുന്നു. ആ തരത്തിലോ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വമ്പൻ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്ന കാര്യം. അപ്പൊ പ്രധാനമന്ത്രിയെ കാണാൻ വന്നതാണോ? പ്രധാനമനമന്ത്രിയെ കണ്ടോ? കണ്ടില്ല, കാണാൻ പറ്റിയില്ല. നിരാശയായി പോയി. പുറകിലായി പോയി. പ്രധാനമന്ത്രി കണ്ടു ആവേശഭരിതനായി. പിന്നെ ആവേശഭരിതനാണോ? പ്രധാനമന്ത്രി അതുവഴി പോയല്ലേ? അതുവഴി പോയി. അങ്ങനെ പോയി കിടന്നു. ശരി. അതായത് പ്രവർത്തകർ വലിയ ആവേശത്തിലാണ് GK. അവർ അതിനകത്തൊരു അമ്മ പറയുന്നത് അവർ ഏറ്റവും പുറകിലായി പോയത് കൊണ്ട് അദ്ദേഹത്തിന്റെ മുഖം കാണാൻ പറ്റാത്തതിലെ നിരാശയാണ് ആ അമ്മ പങ്കുവെച്ചു പോയത്. പ്രധാനമന്ത്രി സ്വീകരിക്കുന്നതിന് വേണ്ടി ഒരുക്കിയ കേരളീയ കലാരൂപങ്ങൾ അടക്കമുള്ളവ ഈ വേദിയിലേക്ക്, പ്രധാനപ്പെട്ട വേദിയിലേക്ക് കടന്നു പോകുന്നതാണ് കാണുന്നത്. എന്നാണെങ്കിൽ വലിയ ആവേശത്തിലാണ് പ്രവർത്തകർ. വലിയ മാറ്റം ഉണ്ടാകുമെന്നവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അതായത് വലിയ പ്രഖ്യാപനങ്ങളാണ് പ്രധാനമന്ത്രിയുടെ വരവിനോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരവാസികൾ പ്രഖ്യാപിക്കുന്നത്. കോർപ്പറേഷൻ ഒരു ഔദ്യോഗിക ജാമ്യം എടുത്തിട്ടുണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ PMOയുടെ ഓഫീസിൽ നിന്ന് തിരുവനന്തപുരം നഗരവികസനത്തിന് വേണ്ട പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. എന്നാണെങ്കിൽ പ്രധാനമന്ത്രി വേദിയിലെത്തി, ആദ്യ ഔദ്യോഗിക പരിപാടിയുടെ വേദിയിലെത്തി എന്ന് മനസ്സിലാക്കുന്നു. പ്രവർത്തകർ നൂറുകണക്കിന് പ്രവർത്തകർ അവർ കാൽനടയായി ഈ പ്രധാനപ്പെട്ട വേദിയിലേക്ക് എത്തുന്നതാണ് ഈ ദൃശ്യങ്ങളിലുള്ളത്. പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്നതിന് വേണ്ടി ഒരുക്കി ഈ ഒപ്പം പുഷ്പവൃഷ്ടി, പ്രവർത്തകർ ഒക്കെ ഇങ്ങനെ ഇവിടേക്ക്. PM-നെ കണ്ടോ? സന്തോഷമായോ? നമ്മൾ എവിടെ നിന്നാ വരുന്നേ? തിരുവനന്തപുരത്ത് നിന്ന്. ബാലരാമപുരത്ത് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യായിരുന്നു, അവിടെ കാത്തു നിൽക്കുകയായിരുന്നു. സ്കൂളിൽ പോലും ലീവ് എടുത്താണ് മോദിജിയെ കാണാൻ വേണ്ടി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.